മൊബൈലിൽ ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോയും നിങ്ങൾ എടുക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ് മൊബൈലിലെ സ്റ്റോറേജ് സ്പേസ് തീർന്നു പോവുക എന്നുള്ളത്. ഫോട്ടോകളും വീഡിയോകളും ഒരു സ്റ്റോറേജ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ഒരു പരിഹാരം. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ഡേറ്റയുടെ ബാക്കപ്പ് എടുക്കാൻ ഈ ഡിസ്ക് ഉപയോഗിക്കാം. ഇതിനെല്ലാം നിങ്ങൾ വാങ്ങേണ്ടത് ഹാർഡ് ഡിസ്ക് അല്ല, പകരം നല്ല സ്പീഡും കപ്പാസിറ്റിയും ഉള്ള എന്നാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന ഒരു എക്സ്റ്റേണൽ SSD ആണ്. SSDയിൽ ഹാർഡ് ഡിസ്കിലുള്ളതുപോലെ മൂവിങ് പാർട്സ് ഇല്ലാത്തത് കാരണം കേടാകുമെന്ന് പേടിക്കാതെ നമുക്ക് കൊണ്ടുനടക്കാം. കമ്പ്യൂട്ടർ ബാക്കപ്പിനും മൊബൈൽ ബാക്കപ്പിനും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡിസ്ക് 1 TBയുടെ കോമ്പാക്റ്റായ എന്നാൽ വിലക്കുറവുള്ള കിങ്സ്റ്റൺ XS1000 എന്ന എക്സ്റ്റേണൽ SSD ആണ്. ഇത് ആമസോൺ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള ഒരു ട്രിക്ക് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം. XS1000 SSD ബ്ലാക്ക്, റെഡ് എന്നീ കളറുകളിലും 1 TB 2 TB സൈസുകളിലും ലഭ്യമാണ്. USB 3.2 Gen 2 ഇന്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്ന ഇതിന് 1050 MB/s റീഡ് സ്പീഡും 1000 MB/s റൈറ്റ് സ്പീഡുമാണ്. ഇതിന്റെ കോമ്പാക്ട് ഡിസൈന് റെഡ് ഡോട്ടിന്റെ 2024 ഡിസൈൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചുവന്ന കളർ 1 TB വെർഷനാണ് വാങ്ങിയത്. ചുവന്ന വെർഷന്റെ പേരിന്റെ അവസാനം R എന്ന ലെറ്ററും ഉണ്ട്. കോമ്പാക്റ്റായ ഒരു മിനിമലിസ്റ്റിക് പാക്കേജിലാണ് XS1000 വരുന്നത്. സ്ട്രോങ് ആയ പ്രൊട്ടക്റ്റീവ് കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ ഡെലിവറി ചെയ്യുമ്പോൾ ഡാമേജ് ആകാൻ ചെറിയൊരു സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കാർട്ടൺ പേപ്പർ കൊണ്ടുള്ള ഒരു കവറിലാണ് ഡിസ്ക് പാക്ക് ചെയ്തിരിക്കുന്നത്. കൂടെ ഒരു USB-A to USB-C കേബിളുണ്ട്. ഹൈസ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഇത് കമ്പ്യൂട്ടറിലെ USB 3.0 പോർട്ടിൽ ഉപയോഗിക്കാം. ഈ കേബിളിനെ USB-C to USB-C ആക്കാനുള്ള ഒരു അഡാപ്റ്ററും കിങ്സ്റ്റൺ തരുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് മൊബൈലിലോ USB-C ഉള്ള കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, USB-C to C ആയി ഉപയോഗിക്കുമ്പോൾ അഡാപ്റ്റർ ഉള്ള ഭാഗമായിരിക്കണം കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. ഈ കൊച്ചു ഡിസ്ക് മുകളിലും താഴെയും കവർ ചെയ്തിരിക്കുന്നത് അലുമിനിയം കൊണ്ടാണ്, എന്നാൽ സൈഡുകളിൽ നമുക്ക് പ്ലാസ്റ്റിക് കാണാം. USB-C സ്ലോട്ടിൻ്റെ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ LED ഉണ്ട്. കണക്ട് ചെയ്യുമ്പോൾ അത് കത്തും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് മിന്നും. ഇത്രയുമാണ് പാക്കേജിലുള്ളത്. മാനുവലായിട്ട് ഒരു തുണ്ട് കടലാസ് പോലും ഇല്ല. മാനുവൽ പക്ഷേ ഓൺലൈനിൽ ലഭ്യമാണ്. ഡിസ്കിൻ്റെ ഡിസൈൻ പുതുമയുള്ളതും വളരെ കോമ്പാക്റ്റുമാണ്. ഇതിന് 29 ഗ്രാമിൽ താഴെ ഭാരവും ഏകദേശം 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. ഈസിയായി പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കാം. ഈ കോമ്പാക്ട് ഡിസൈനാണ് ഇതിന് 2024 റെഡ് ഡോട്ട് ഡിസൈൻ അവാർഡ് കിട്ടാൻ കാരണം. എഫക്റ്റീവായിട്ട് കിട്ടുന്ന സ്റ്റോറേജ് ഏകദേശം 940 GB ഉള്ളൂ. ഇതിൻ്റെ സ്പീഡ് ഏകദേശം 1000 MB/s ആണ്. എന്നാൽ ഫുൾ സ്പീഡ് കിട്ടണമെങ്കിൽ USB 3.2 Gen 2 സപ്പോർട്ടുള്ള ഡിവൈസിൽ കണക്ട് ചെയ്യണം. പുതിയ കമ്പ്യൂട്ടറുകളിൽ USB-C പോർട്ടിൽ ഇത് കാണും. Gen 2 ഇല്ലെങ്കിൽ ഏകദേശം 500 MB/s വേഗത കിട്ടും. മിക്ക മൊബൈലുകളും Gen 1 ആയതുകൊണ്ട് 500 MB/s നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ സ്പീഡിന് കേബിളും പ്രധാനമാണ്. ഇതിൻ്റെ കൂടെ വരുന്ന കേബിൾ തന്നെ ഉപയോഗിക്കുക. എൻ്റെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ എനിക്ക് ഏകദേശം 500 MB/s വേഗത കിട്ടി. എന്നാൽ മാക്ബുക്ക് പ്രോയിൽ 800 MB/s മുകളിൽ വേഗത കിട്ടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100 GB കൂടുതൽ ഒരു തവണ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക. കാരണം 300 GB ഒരു തവണ ഞാൻ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 50 ഡിഗ്രിക്ക് അടുത്തെത്തി. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ. ചൂട് കൂടുന്ന ഏതായാലും ഇതിൻ്റെ ആയുസ് കുറയ്ക്കും. അത് കാരണം ഒരു തവണ 100 GB കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിത് വാങ്ങാൻ 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ വിലക്കുറവാണ്. 1 TB മോഡലിന് 7000 രൂപയ്ക്ക് താഴെയാണ് വില. അതായത് 1 GB സ്റ്റോറേജിന് 7 രൂപയിൽ താഴെ. ഇതേ സ്പീഡും സൈസുമുള്ള മറ്റ് പല മോഡലുകൾക്കും വില ഏകദേശം 10000 രൂപയാണ്. അതായത് 1 GBക്ക് 10 രൂപ. ഇതിൻ്റെ പകുതി സ്പീഡുള്ള ക്രൂഷ്യൽ X6 വരെ ഇതിൻ്റെ വിലയുണ്ട്. ആമസോണിനേക്കാൾ വിലക്കുറവിൽ വാങ്ങാനുള്ള ട്രിക്ക് ഇതാണ്. കിങ്സ്റ്റൻ്റെ ഒഫീഷ്യൽ സെയിൽസ് പാർട്ണറായ പ്രൈം ABGBയിൽ നിന്ന് നിങ്ങൾക്ക് 1 TB 6625 രൂപയ്ക്കും 2 TB 10390 രൂപയ്ക്കും വാങ്ങാം. ആമസോണിനേക്കാളും എപ്പോഴും കുറച്ച് കുറവാണ് ഇവിടുത്തെ വില. 2 XS1000ന് 5 വർഷം വാറണ്ടിയും ഫ്രീ ടെക്നിക്കൽ സപ്പോർട്ടും ഉണ്ട്. മറ്റ് പല മോഡലുകളും 3 വർഷം വാറണ്ടിയാണ് തരുന്നത്. പക്ഷേ ഇതിനൊരു ക്യാച്ച് ഉള്ളത്, 5 വർഷം വാറണ്ടിക്ക് കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതാണ്. കിങ്സ്റ്റൺ ഇതിനകത്ത് ഡാറ്റ എത്ര തവണ റൈറ്റ് ചെയ്യാന്നുള്ളതിന് ഒരു വാഗ്ദാനം ചെയ്യുന്ന ഒരു എണ്ണമുണ്ട്. അതിനുള്ളിലാണെങ്കിൽ ഈ 5 വർഷം വാറണ്ടി കിട്ടുള്ളൂ. അതായത് ഒരുപാട് തവണ SSDയിൽ റൈറ്റ് ചെയ്താൽ ഇതിൻ്റെ ആയുസ് കുറയും. ഇപ്പോൾ CCTVയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ അത് റൈറ്റ് ചെയ്യുമല്ലോ. ആ ഉപയോഗത്തിന് ഇത് പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ 5 വർഷത്തെ വാറണ്ടി നമുക്ക് കിട്ടത്തില്ല. എന്നാൽ സാധാരണ ഉപയോഗത്തിന് ഇതൊരു പ്രശ്നമല്ല. SSDക്ക് എത്ര ശതമാനം ആയുസ് ബാക്കിയുണ്ടെന്ന് അറിയാനായിട്ട് കിങ്സ്റ്റൻ്റെ SSD മാനേജർ എന്ന PC ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അത് എത്ര ശതമാനം ഉപയോഗം SSDക്ക് ബാക്കിയുണ്ടെന്നും ഡിസ്കിൻ്റെ റിയൽ ടൈം ടെമ്പറേച്ചറും ഹെൽത്തും ഒക്കെ കാണിക്കും. മൂന്നാമതായി, ഇതിൻ്റെ വളരെ കോമ്പാക്ട് സൈസും കൂടെ വരുന്ന USB-C USB-A എന്നിവ സപ്പോർട്ട് ചെയ്യുന്ന കേബിളുകളുമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് മിക്കവാറും എല്ലാ ഡിവൈസുകളിലും ഉപയോഗിക്കാം. മൊബൈലിൽ ഉപയോഗിക്കാം, PCയിൽ ഉപയോഗിക്കാം, PlayStation 5 ഉപയോഗിക്കാം, Xboxൽ ഉപയോഗിക്കാം, Apple Macൽ ഉപയോഗിക്കാം, ഒക്കെ എല്ലാത്തിലും ഉപയോഗിക്കാം. എന്നാൽ ഈ വിലക്കുറവിന് ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ചെറിയ തട്ടുമുട്ടുമെന്ന് SSDകൾക്ക് പ്രശ്നമല്ല.
എന്നാൽ പ്രീമിയം മോഡലുകൾ ഷോക്ക് റെസിസ്റ്റൻസും വെതർ പ്രൂഫ് റേറ്റിംഗും ഒക്കെ തരുന്നുണ്ട്. കിങ്സ്റ്റൺ XS1000 ഇങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് പറയുന്നില്ല. എന്നാൽ സെപ്പറേറ്റ് വാങ്ങാവുന്ന റബ്ബർ സ്ലീവ് അവർ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് യാത്രകളിൽ ഒരു നല്ല കേസ് ഉപയോഗിക്കുക. ഏകദേശം 200 രൂപയ്ക്ക് കേസ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പരമാവധി ഇത് താഴെ വീഴാതെ ഉപയോഗിക്കുക. ഹാർഡ്വെയർ ലെവലിലുള്ള എൻക്രിപ്ഷൻ XS1000 ഇല്ല. അതിന് വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടി വരും. ഒരു പെർഫെക്റ്റ് ബാക്കപ്പ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ SSDകൾ 2 എണ്ണം വാങ്ങണം. ഒന്ന് ഈ മോഡലും രണ്ടാമത്തത് സാംസങ് T7 അല്ലെങ്കിൽ സാൻഡിസ്ക് മോഡലും ആയാൽ നല്ലത്. ഒരെണ്ണം കേടായാൽ മറ്റേതിൽ ഡാറ്റ സുരക്ഷിതമായിരിക്കും. പുതിയത് വാങ്ങിയ ഡാറ്റ നമുക്ക് അതിലോട്ട് കോപ്പി ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ബാക്കപ്പിന് എന്ത് ഉപയോഗിക്കുന്നത്? കമൻറ്റ് ചെയ്യാം.